അല്ലിൻ്റെ ഭാര്യയായ എൽസമ്മയെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ ഇനി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെ വലിയ സംഭവ വികാസങ്ങളാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എപ്പിസോഡിലേക്ക് കിടക്കുകയാണെങ്കിൽ അലീന വല്യപ്പച്ചൻ്റെ അടുത്ത് തൻ്റെ കഴിഞ്ഞൊരു കാലത്തെക്കുറിച്ച് പറയുകയാണ് എന്ന് കാണാം. അതായത്, വല്യപ്പച്ച, ഞാൻ അനാഥാലയത്തിലായിരുന്നപ്പോൾ എൻ്റെ വിദ്യാലയ കാലഘട്ടത്തിൽ അവരെ, തൻ്റെ സുഹൃത്തുക്കളെ, അവരുടെ അച്ഛനും അമ്മയും കൊണ്ടുവിടുന്നത് കണ്ട് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എന്ന് പറയുന്നു. സ്നേഹത്തോടെ, കരുതലോടെ ഉമ്മയൊക്കെ കൊടുത്ത് വണ്ടിയിൽ നിന്ന് ഇറക്കി സ്കൂളിലേക്ക് കൈ പിടിച്ച് കയറ്റുന്ന ഒരു കാഴ്ച, അത് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ വേദനയും വിഷമവും എൻ്റെ മനസ്സിലുണ്ട് എന്ന് വല്യപ്പച്ചനോട് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം, മോളെ, അതിനിപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? അത് നീ അനുഭവിച്ച് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വല്യപ്പച്ച, പപ്പ ഇതുവരെയും തന്നെ ഒരു മകളായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പപ്പ ചെയ്തതിൻ്റെ തെറ്റിൻ്റെ പരിഹാരമായിട്ടാണ്, പ്രായശ്ചിത്തമായിട്ടാണ് തന്നെ കാണുന്നത് എന്നും അലീന വല്യപ്പച്ചനോട് പറയുന്നു. അതായത്, പപ്പ ചെയ്ത തെറ്റിൽ നിന്നും രക്ഷപ്പെടണം, അതിനായിട്ടാണ് പപ്പ ഈ കാട്ടിക്കൂട്ടുന്നത്, എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, വല്യപ്പച്ചനില്ലാത്ത ആ ഒരു ദിവസം ഞാൻ വീണ്ടും അനാഥാലയത്തിലെത്തി എന്നൊരു തോന്നലായിപ്പോയി എന്ന് പറയുന്നു. അനാഥാലയമല്ല, അനാഥാലയത്തേക്കാൾ മോശം, ഒറ്റപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അനാഥാലയത്തിലാണെങ്കിൽ സ്നേഹിക്കാനും സംസാരിക്കാനും വർത്താനം പറയാൻ വരെ ആളുണ്ടാകും. ഇവിടെ തന്നെയൊന്ന് കേൾക്കാൻ പോലും ആരും ഉണ്ടായില്ല എന്ന് നമ്മുടെ അലീന പറയുകയാണ്. തന്നെ കുത്തി നോവിക്കാൻ മാത്രമേ ചുറ്റുള്ളവർക്ക് താല്പര്യമുള്ളൂ, ആഗ്രഹമുള്ളൂ എന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയുടെ കാര്യം വല്യപ്പച്ചൻ പറയുന്നുണ്ട്. അവന് മക്കളെ സ്നേഹിക്കാനായിട്ട് അറിഞ്ഞൊന്നും കൂടെ മോളെ. കാരണം അവനെ മക്കൾ സ്നേഹിച്ചിട്ടില്ല, അവൻ മക്കളെ സ്നേഹിച്ചിട്ടില്ല. അതൊരു വലിയ കുറവായിട്ടൊന്നും കാണേണ്ടതില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നും അവൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്നല്ല, അവനിലും മാറ്റമുണ്ടാകും. ആ മാറ്റത്തിന് സമയമെടുക്കുമെന്ന് പറയുന്നു. ഇതേ സമയം, അത്തരമൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അത്തരമൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് വല്യപ്പച്ച ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പപ്പയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരുത്തിയേ മതിയാവുകയുള്ളൂ. പപ്പയുടെ ഈ പട്ടാളച്ചിട്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുന്ന ഈ തോന്നിവാസം, അഹങ്കാരം, ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന ഈ കാര്യങ്ങൾ, അതെല്ലാം ഞാൻ മാറ്റിയെടുക്കും. സമരത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പപ്പയ്ക്ക് എൻ്റെ സമരമൊന്നും വലിയ ഇതായിട്ട് തോന്നുകയുമില്ല. അധികം വൈകാതെ പപ്പയ്ക്ക് അതിൻ്റെ ആഴവും അർത്ഥവും എല്ലാം മനസ്സിലാകുമെന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതേ സമയം വല്യപ്പച്ചനും ചെറിയൊരു തോന്നൽ വന്നു തുടങ്ങുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. കൂടാതെ അലീന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് എന്ന് കാണാം. അതായത്, സ്റ്റാലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, പപ്പയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അലീനയ്ക്ക് അധികമൊന്നും അറിയില്ല. പപ്പയ്ക്കും പപ്പയുടെ ജീവിതത്തിനും എന്താണ് സംഭവിച്ചതെന്ന് അലീന മനസ്സിലാക്കാനായിട്ട് പതിയെ തുടങ്ങുകയാണ്. ഔതക്കുട്ടി എല്ലാം പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം പുറമെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ റീത്താമ്മ തൻ്റെ ഉദ്ദേശശുദ്ധി, അതായത് എൽസമ്മയെ അറിയിക്കുകയാണ്. എൽസമ്മയോട് പറയുകയാണ്, എടി എൽസമ്മ, നീ എന്തായാലും ഒരു കാര്യം ചെയ്യണം. അതായത്, നീ ആ അലീനയുമായിട്ട് യുദ്ധത്തിനിറങ്ങണം. അവളെ പരാജയപ്പെടുത്തി
അവളെ തുരത്തി ഓടിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി, അതൊക്കെ ആവശ്യമുണ്ടോ? അയാൾ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനും. അയാൾ നമുക്ക് മാസം പൈസ തരുന്നുണ്ടല്ലോ, പിന്നെ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കണോ എന്ന് ചോദിക്കുമ്പോൾ മോളെ ചിന്തിക്കണം. കാരണം സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഇനിയും എത്ര ഭാര്യമാരുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നത് എപ്പോഴും നിൻ്റെ നല്ലതിനാണെന്ന് നിനക്കറിയില്ലേ എൽസമ്മേ എന്ന് ചോദിക്കുന്ന റീത്തയുടെ ആ ചോദ്യത്തിൽ എൽസമ്മ ശരിവെക്കുന്നത് കാണാൻ കഴിയുന്നു. ശരി ചേച്ചി, ശരി, ഞാൻ ചേച്ചി പറയുന്നത് പോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൽസമ്മ സ്റ്റാലിൻ്റെ എവിടേക്ക് ബംഗ്ലാവിലേക്ക് പോവുകയാണ്, യാത്ര തിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ തൻ്റെ സഹോദരങ്ങളോട് കാര്യത്തിൻ്റെ കിടപ്പും കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ പറയാനായിട്ട് വന്നെത്തിയിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളോട് ആലോചിക്കാതിരുന്നത് വേറെയൊന്നുമല്ല. തൻ്റെ മകൾ അനാഥാലയത്തിലാണ്, ഒരു അനാഥയായി ഇത്രയും നാൾ ജീവിച്ചു എന്നറിഞ്ഞപ്പോൾ തനിക്ക് സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നും ഞാൻ ഫോണിലൂടെ പറഞ്ഞപ്പോൾ എനിക്ക് മോശമായി തോന്നി. അതുകൊണ്ട് നിങ്ങളോട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നും വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കാരണം നിങ്ങൾക്ക് മാനോ നഷ്ടോ അഭിമാനോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനും മാപ്പ് പറയാനും കൂടിയാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. എൻ്റെ ചേട്ടൻ മാപ്പ് പറയുകയൊന്നും വേണ്ട. ചേട്ടൻ ഇത് ചെയ്തപ്പോൾ ഞങ്ങളോടൊന്ന് ആലോചിക്കാമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് അത് ചോദിക്കാമായിരുന്നു. അത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം സാമ്യമായി തന്നെ പരിഹരിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിന് വേറൊരു പ്രതിവിധിയുമില്ലടാ, ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയുമില്ല എന്ന് ആര് പറയുന്നു, സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ്. കൂടാതെയാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനെ കാണാനായിട്ട് റീത്ത വന്നെത്തി കഴിയുമ്പോൾ കാണുന്നത് അലീനയെ ആയതുകൊണ്ട് തന്നെ അലീനയുമായിട്ട് ഒരു യുദ്ധമുണ്ടാകുന്നുണ്ട് എന്ന് കാണാം. അങ്ങനെ അലീനയും നമ്മുടെ എൽസമ്മയും തമ്മിൽ വലിയൊരു പോര് തന്നെ നടക്കുകയാണ് കാണാൻ സാധിക്കും. അങ്ങനെ എൽസമ്മയെ പിടിച്ച് പുറത്താക്കുന്ന നമ്മുടെ അലീനയെ കണ്ടുകൊണ്ടാണ് സ്റ്റാൻലി വരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ പിന്നെ സംഭവിക്കുമെന്ന് കണ്ട് തന്നെ കാണണം. അപ്പോൾ അടുത്ത റിവ്യൂ വരുന്നുണ്ട്. റിവ്യൂ എല്ലാവരും കാണാൻ ഫുള്ളാക്കി സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.